ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് പുട്ടിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് റേഷൻ പുഴുങ്ങലരി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കുന്നതിനായിരിക്കാം, എന്നാലും ഒന്നുകൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിൽ ഞാനൊരു സ്പെഷ്യൽ ചേരുവ കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർക്കുമ്പോൾ ഒന്നുകൂടെ സോഫ്റ്റ് ആയി കിട്ടും ചെയ്യും, കുട്ടികളും കഴിച്ചു പോകും. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എത്ര നല്ല അരിയാണെങ്കിലും കുറച്ച് ദിവസം അങ്ങ് വെക്കുമ്പോഴേക്കും ഇതിലിങ്ങനെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ വന്നു തുടങ്ങും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റിയതിനു ശേഷം നമുക്കിത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പൊ അങ്ങനെ കഴുകിയെടുത്തതാണ്. ഒരുപാട് പ്രാവശ്യം നമ്മൾ വെള്ളം വെച്ചിട്ട് കഴുകിയെടുക്കണം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് ഇത് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കണം. ഞാനിപ്പോൾ ഇത് രാത്രിയാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത്. ചുരുങ്ങിയതൊരു 8 മണിക്കൂറെങ്കിലും ഒന്നത് വെള്ളത്തിലിട്ട് വെക്കണം. ഇപ്പൊ ഇത് രാവിലെയാണ്. ഇപ്പൊ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ നന്നായിട്ട് ഞാൻ കഴുകി എടുത്തിട്ട് കൊണ്ടുവന്നതാണ്. ഇനി ഇതൊന്ന് വെള്ളം വാർന്നു പോവാന് അരിപ്പയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരുപാട് അങ്ങ് അരി വെള്ളം വാർന്നു പോകണ്ട, ചെറിയൊരു നനവോടെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പൊ മിക്സിയുടെ 2ാമത്തെ ജാറുണ്ടല്ലോ, അതിലിട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഒരു 3 പ്രാവശ്യം ഇട്ടിട്ട് പൊടിച്ചെടുക്കുക. ഒന്നിച്ചിട്ടാ ശരിക്കും അങ്ങ് പൊടിഞ്ഞു കിട്ടൂല. അതാ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ശരിക്കും പുറത്തുനിന്ന് പാക്കറ്റ് പൊടിയൊക്കെ വാങ്ങിക്കോല, അതുപോലെ തന്നെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റത്തെ അരി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ നമ്മൾ ഒരു ക്യാരറ്റ് കൂടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് സ്പെഷ്യൽ ചേരുവ. ഇത് കൂടെ ചേർത്തിട്ടാവുമ്പോൾ പൊടിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമുക്കിത് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അതുകൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ പുട്ടിനൊക്കെ നനച്ചു കൊടുക്കുമല്ലോ, അതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ക്യാരറ്റ് നമ്മൾ ചേർത്ത് കൊടുത്തുന്നല്ലോ. പിന്നെ നമ്മൾ അരി ഒരുപാടൊന്നും ഡ്രൈ ആക്കിയിട്ടല്ല പൊടിച്ചെടുത്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഇതിലേക്ക് വെള്ളത്തിന്റെ ആവശ്യമൊന്നും വരില്ല. കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ളത്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പുട്ടുപൊടിയൊക്കെ നല്ല പാകത്തിന് നനഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം, ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം, റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പൊ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക. സാധാരണ പുട്ട് എങ്ങനെ നിങ്ങൾ ചുടണം അതുപോലെ തന്നെ ചുട്ടെടുക്കുക. 3 പീസായിട്ടാണ് ചുട്ടെടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് തിക്കിയിട്ട് ഇടണ്ട, അപ്പൊ ശരിക്കും ആവി വരില്ല. പുട്ട് ചുടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. പുട്ടുപൊടിയിൽ വേണമെങ്കിൽ കുറച്ച് തേങ്ങ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ജീരകത്തിന്റെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. വെള്ളം ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചു കൊടുക്കാം. അത് ആവി വന്നിട്ടുണ്ട്, നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. അതാ ഒരു കുറ്റിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പുട്ടാണ്. നമുക്കിത് അടുത്തതും ഇതുപോലെ തന്നെ തേങ്ങയും പുട്ടുപൊടിയൊക്കെ ഇട്ടിട്ട് നിറച്ചു കൊടുക്കാം. പിന്നെ 3 കുറ്റി ഒപ്പം വെക്കാനുണ്ടെങ്കിൽ ഒറ്റ ട്രിപ്പിന് തന്നെ എല്ലാം കഴിയും. 2 കപ്പ് അരി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഒരു 3 കുറ്റി ചുട്ടെടുക്കാനുള്ള പൊടി ഉണ്ടാവും. അപ്പൊ ആ ഒരു കണക്കിൽ എടുത്താൽ മതി. ഇതും കൂടി വെച്ചു കൊടുക്കാം. ഇത് ആവി വന്നിട്ടുണ്ട്. അങ്ങനെ 2ാമത്തെ കുറ്റിയും റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും റെഡിയാക്കിയിട്ട് എടുക്കാം.
ഇപ്പൊ അത് കണ്ടില്ലേ, കറക്റ്റ് 3 കുറ്റിക്കുള്ളതുണ്ട്. കുറച്ച് കൂടുതൽ അരി വെള്ളത്തിലിട്ടിട്ട് പൊടിച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒരാഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ പുട്ട് ചൂടുണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ബാക്കിയുള്ളത്. അങ്ങനെതാ 3ാമത്തെ കുറ്റി പുട്ടും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണം. ആവി വന്നിട്ടുണ്ട്. നമുക്ക് ഇതും എടുത്തു മാറ്റാം. അങ്ങനെ നമ്മുടെ റേഷനരി വെച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ചെയ്യുന്നതായിരിക്കാം. ക്യാരറ്റ് ചേർത്തിട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് പുട്ടാണ്. അപ്പോൾ വീഡിയോ കാണുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്ത കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.